ജനം ഇങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായിട്ട് ഇരച്ചു മൂളി നിൽക്കുകയാണെങ്കിലും ആ സ്പീക്കറിൽ കൂടെ സഹൃദരായ കലാസ്നേഹികളെ എന്ന് വർഗീസേട്ടൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് കേട്ട് കഴിഞ്ഞാൽ പിന്നെ പിൻ ഡ്രോപ്പ് സൈലൻ്റാണ്. ഞങ്ങൾ രാജേന്ദ്ര മൈതാനത്തൊക്കെ, എറണാകുളത്തെ രാജേന്ദ്ര മൈതാനമൊക്കെ വർഷങ്ങളോളം ഒരേ പരിപാടി നടത്തി ഈ ജനം, കാണുന്ന ജനം തന്നെ വീണ്ടും വരും, വീണ്ടും വന്നിരുന്ന് കണ്ട് കൈയടിച്ച് പോകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എനിക്കൊന്ന് എൻഫേട്ടൻ ഡബ്ബിങ് മറ്റ് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ കുലപതി എന്ന് പറഞ്ഞ പടത്തില് മറ്റേ രാധാരവി എന്ന് പറയുന്ന നടന്ന വിയറ്റ്നാം കോളനിയില് റാവുത്തർ എൻഫേട്ടനാണ് ശബ്ദം കൊടുത്തതെന്നാണ് എൻ്റെ അറിവ്. രഥോത്സവം എന്ന് പറയുന്ന ചിത്രത്തിൽ സ്പടിയൻ ജോർജേട്ടന് എൻഫേട്ടനാണ് ശബ്ദം കൊടുത്തിട്ടുള്ളത്. അങ്ങനെ വേറെ കഥ, ഇത്രയും തിരിച്ചറിയുന്ന ശബ്ദമായിട്ടും വേറെ പല കഥാപാത്രങ്ങൾക്കും ശബ്ദം വർഗീസേട്ടന് അഭിനയം എന്ന് പറഞ്ഞൊരു ആവേശമായിരുന്നു. അഭിനയിച്ച് അങ്ങോട്ട് കുത്തിത്തിരില്ല കഥാപാത്രങ്ങൾ ചെയ്ത്. അപ്പോൾ സിനിമയിലേക്ക് നല്ല വേഷങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് വരും. ആകാശദൂതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും ഞങ്ങളുടെ ഒപ്പം മിമിക്രിയിൽ വന്നിരുന്നു. ആകാശദൂത് കഴിഞ്ഞിട്ടും വന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അഭിനയിച്ച് കാണിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്തടാ, ഇങ്ങനെ ചെയ്തടാ, അത് ഗംഭീരമായി, തിയേറ്ററിൽ അത് ചോദിക്കും, പിന്നെ ആരടാന്ന് ചോദിക്കും. അങ്ങനെ ഭയങ്കര ഒരു ആവേശമായിരുന്നു അത്. ലൈസ്കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നോ സൈഡ് എഫക്ട്സ്.